6 മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട തന്റെ മകന്റെ കാമുകിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടി തന്നെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യുന്നതായി പറഞ്ഞുകൊണ്ടാണ് ഡേവിഡ് എബ്രഹാം എന്ന വൃദ്ധൻ അലക്സ് മോറിസിന്റെ പുനർജനിയിലേക്ക് എത്തുന്നത്. ആദ്യം അതൊരു ഫ്രോഡ് കോൾ ആണ് എന്ന് കരുതിയെങ്കിലും കഴിഞ്ഞ ദിവസം തന്റെ മകൻ നേരിട്ട് തന്നെ വീഡിയോ കോൾ ചെയ്തതായി അദ്ദേഹം പറയുന്നു. തന്റെ മകന്റെ മരണത്തിന് പിന്നിലും ഈ കോളുകൾക്ക് പിന്നിലുമുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി നൽകണമെന്ന് അദ്ദേഹം അലക്സ് മോറിസിനോട് ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള സ്വകാര്യ കുറ്റാന്വേഷണങ്ങളിൽ ഇപ്പോൾ തനിക്ക് താല്പര്യമില്ല എന്ന് അലക്സ് മോറിസ് ആദ്യം പറയുന്നുവെങ്കിലും ഡേവിഡ് എബ്രഹാമിന്റെ വീണ്ടുമുള്ള അഭ്യർത്ഥനയെ അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിന്റെ ആ അന്വേഷണം അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുന്നത് അൽവറാഡോ മെഡിസിറ്റി എന്ന ഒരു വമ്പൻ ഹോസ്പിറ്റലിലേക്കാണ്. മറ്റ് ത്രില്ലർ പുസ്തകങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വായനാനുഭവം നൽകിയ മെഡിക്കൽ ത്രില്ലർ പുസ്തകമാണ് നിഖിലേഷ് മേനോന്റെ അൽവറാഡോ മരണങ്ങൾ. അദ്ദേഹത്തിന്റെ ആദ്യ 2 പുസ്തകങ്ങളിലെ കേന്ദ്ര കഥാപാത്രമായ അലക്സ് മോറിസ് മടങ്ങിയെത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഈ പുസ്തകത്തിനുണ്ട്. പാരലായിട്ട് കഥ പറഞ്ഞു പോകുന്ന രീതിയാണ് ഈ പുസ്തകത്തിലും എഴുത്തുകാരൻ സ്വീകരിച്ചിരിക്കുന്നത്. 2025 അലക്സ് മോറിസ് അന്വേഷണം നടത്തുന്ന കാലഘട്ടവും 2023 അൽവറാഡോ മെഡിസിറ്റിയിൽ നടക്കുന്ന ചില സംഭവങ്ങളും ഒരേ സമയം പറഞ്ഞു പോകുന്ന രീതിയാണ് ഈ പുസ്തകത്തിന്. കുഞ്ഞു ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അത് വായനയെ കുറച്ചും കൂടി എളുപ്പമാക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അലക്സ് മോറിസിനെ ഒരു സൂപ്പർ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടൊന്നും അല്ല ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വശത്ത് അദ്ദേഹം കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആ അന്വേഷണത്തിലൂടെ അദ്ദേഹം എന്തെങ്കിലും കണ്ടെത്തുന്നതായിട്ടല്ല, സത്യങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് സ്വയം അനാവരണം ചെയ്യപ്പെടുന്ന ഒരു രീതിയിലാണ് ഈ പുസ്തകത്തിൽ വരുന്നത്. സ്വാഭാവിക മരണങ്ങൾ എന്ന് വിധിയെഴുതിയ അൽവറാഡോ മെഡിസിറ്റിയിലെ മരണങ്ങൾ അസ്വാഭാവികമാണോ എന്ന ഈ അന്വേഷണ യാത്ര അലക്സ് മോറിസിനെ എന്തൊക്കെ രഹസ്യങ്ങളിലേക്കാവും കൂട്ടിക്കൊണ്ടുപോവുക? അലക്സ് മോറിസ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുൻ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളായ അവിനാഷ് ബാലചന്ദ്രനും ഇളവരശി IPS-ഉം രജനിയും ഒക്കെ ഈ പുസ്തകത്തിലും അതിഥികളായി എത്തുന്നുണ്ട്. പ്രീമ ഫൈസയിൽ അവിനാഷ് ബാലചന്ദ്രന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരവും ഈ പുസ്തകം തരുന്നുണ്ട്. സാധാരണ ത്രില്ലർ പുസ്തകങ്ങൾ കുറ്റാന്വേഷകന്റെ അന്വേഷണ മികവിന് പ്രാധാന്യം കൊടുത്ത് എഴുതുമ്പോൾ ഇവിടെ സത്യം വെളിച്ചത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു സഹായഹസ്തം പോലെയാണ് അലക്സ് മോറിസ് എന്ന കഥാപാത്രത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിലെ പ്രണയത്തിന്റെ കരുത്ത്, നഷ്ടങ്ങളുടെ തീവ്രത, പ്രതികാരത്തിനായി അല്ലെങ്കിൽ നീതി നിർവഹണത്തിന് വേണ്ടിയുള്ള ഒത്തുചേരൽ, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ഒരുമിച്ച് ചേരുന്നുണ്ട്. നീനയുടെയും രാഹുലിന്റെയും പ്രണയം, അതുപോലെ ചില മരണങ്ങൾ ഒന്നിലധികം ആളുകളെ അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന ആളുകളെ എങ്ങനെയാണ്, എത്രത്തോളമാണ് ബാധിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കഥ കുറച്ചൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ്. എങ്കിലും നല്ലൊരു വായനാനുഭവം നിങ്ങൾക്ക് നൽകാൻ അൽവറാഡോ മരണങ്ങൾക്ക് സാധിക്കും.